നമസ്കാരം. നാളെ നവംബർ മാസം 30-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ ഉത്രട്ടാതി നക്ഷത്രമാണ്. അപ്പോൾ ഈ നക്ഷത്രം സ്ഥിരതയുടെയും ആഴത്തിലുള്ള ചിന്തയുടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്കുള്ള ഉറച്ച മനസാന്നിധ്യത്തിൻ്റെയും പ്രതീകമായിട്ട് കരുതുന്ന ഒരു നക്ഷത്രമാകുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഈ ദിവസം മീനം രാശിയിലൂടെ ആയിരിക്കും ചന്ദ്രൻ്റെ സഞ്ചാരം. വൈകാരികമായ ഒരു സ്ഥിരതയും ആത്മീയമായി മനുഷ്യർക്കൊരു ഉണർവും നൽകും ഇതിൻ്റെ ഫലമായിട്ട്. പൊതുവായി പറയുമ്പോൾ ഉത്രട്ടാതിയുടെ ദേവതയായി വരുന്നത് സർപ്പരൂപത്തിലുള്ള ശിവനാണ്. അതുകൊണ്ടും നാളത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടും തന്നെ ശിവഭജനം നടത്തുന്നതിന് ഏറെ ഉത്തമമായ ഒരു ദിവസമാകുന്നുണ്ട്. കൂടാതെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം സൂര്യഭജനം നടത്താനും, അതായത് ഭഗവാൻ സൂര്യനെ വന്ദിക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിലൂടെ വളരെ വലിയ ഒരു മാറ്റം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസം കൂടിയാണ് നാളെ എന്നതുകൂടി മനസ്സിലാക്കുക. നാളത്തെ ഉത്രട്ടാതി നക്ഷത്രത്തിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള, അതായത് നാളത്തെ ദിവസം ഉത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാരായ ആളുകൾക്ക് അതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ ആ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരാൻ നാളത്തെ ദിവസം യോഗമുള്ള നക്ഷത്രക്കാരും അവർ ചെയ്യേണ്ടതായ ചെറിയ ചില ക്ഷേത്ര ദർശനങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാളത്തെ ദിവസം, അതായത് നാളെ നവംബർ മാസം 30-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. നാളെ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരമാണ്. ഇടവം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നാളെ മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നേട്ടം വന്നു ചേരും. കായികപരമായിട്ടും എന്തെങ്കിലും മത്സരം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നാളെ അതിൽ വിജയം ഉറപ്പാണ്. ആരോഗ്യപരമായും പുരോഗതി ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാകുന്നു നാളെ. ജോലിയിൽ അംഗീകാരം ഉണ്ടാകും. മുടങ്ങിക്കിടന്ന എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, അതായത് തുടങ്ങി വെക്കുവാനുള്ള ഭാഗ്യം ഒക്കെ നാളെ ഉണ്ടാകുന്ന വളരെ എല്ലാത്തിനും പറ്റിയ ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നിങ്ങൾ നാളെ നടത്തേണ്ട ക്ഷേത്ര ദർശനം, അതായത് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രകാളി ദേവിയെ സന്ദർശിക്കുക. അപ്പോൾ കലിയുഗ ദോഷങ്ങളൊക്കെ മാറാനും നമ്മൾ മനുഷ്യരിലേക്ക് ഒരു ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നതിനും ഭദ്രകാളി ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഇടവം രാശി നക്ഷത്രക്കാർ നിങ്ങൾ കഴിവതും ചുവപ്പ് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. അപ്പോൾ കടുക് അല്ലെങ്കിൽ എള്ള് കൊണ്ടൊരു നെയ്വിളക്ക് വീടിൻ്റെ കിഴക്ക് ദിശയിൽ കത്തിക്കുന്നതും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിന് സഹായകമാകുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും വെളുത്ത വസ്ത്രം, അതായത് പൂർണ്ണ വെളുപ്പിടണമെന്നല്ല, വസ്ത്രത്തിൽ അല്പം വെളുപ്പ് നിറമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ അതേപോലെ തന്നെ ചുവപ്പ് നിറത്തിലുള്ളതായ വസ്ത്രങ്ങളൊക്കെ നാളെ നിങ്ങൾ ഇടുന്നതിലൂടെ നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യം, ഒരു ആഗീരണം, ഭാഗ്യത്തിൻ്റെ ഒരു ആഗീരണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന്, ആകർഷണത്വം ഉണ്ടാകുന്നതിനുമൊക്കെ സഹായകമാകുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം, മിഥുനം രാശിക്കാരായ ആളുകൾക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. കിട്ടാതിരുന്ന ധനമൊക്കെ കിട്ടും. അത് കടമായിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് തിരികെ കിട്ടാതിരുന്ന ധനം തിരികെ ലഭിക്കുവാൻ ഭാഗ്യം കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കൂടിക്കാഴ്ചകൾ നാളെ ഞായറാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സമാഗമമാകട്ടെ, നടത്തുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ വിജയകരമായ മാറ്റം, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നാളെ ഏതെങ്കിലും മത്സര പരീക്ഷകൾ, ഞായറാഴ്ച ദിവസമാണ്, മത്സര പരീക്ഷകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ലെങ്കിൽ പോലും കായിക രംഗങ്ങളിലെ ആയാലും ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നേട്ടമുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. കൂടാതെ തുളസിമാല ഭഗവാന് സമർപ്പിക്കുകയും വേണം. ക്ഷേത്ര ദർശനം നടത്തിയാൽ മാത്രം പോരാ, ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം ദാനം ചെയ്യുന്നതിന് ശുഭകരമാണ്. അതായത് പച്ചക്കറി ദാനം ചെയ്യുന്നതാണ്. കൂടാതെ പശുവിന് പുല്ല് നൽകുന്നത്, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നൽകുന്നതും ഉത്തമമാണ്. പാവമായ ആളുകൾക്ക്, വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ പച്ചക്കറി, ഒരു നേരത്തെ ആഹാരം എന്നിവയൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് ദാനം നൽകുവാൻ സാധിച്ചാൽ ഏറ്റവും അധികം ശ്രേഷ്ഠകരമായ ഫലങ്ങൾ വന്നു ചേരും. ഇനി നമുക്ക് കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ, അതേപോലെ ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റു ചില നക്ഷത്രക്കാരെ കൂടി നോക്കാം. അതായത് കന്നി രാശി നക്ഷത്രക്കാർ, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക്
ശത്രുദോഷമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം വന്നു ചേരുന്നില്ല. അതായത് നല്ല രീതിയിലുള്ള കഠിനമായ അധ്വാനം നടത്തുന്നുണ്ട്, പക്ഷേ അധ്വാനം നടത്തിക്കഴിഞ്ഞ് ശരീരത്തിനാകെ ക്ഷീണം, ബുദ്ധിമുട്ട്, മന്ദത, ഈ ഒരു അവസ്ഥയാണ്. ശത്രുദോഷം തന്നെയാണ് കാരണം. അപ്പോൾ അതൊക്കെ അകലുന്ന ഒരു സമയമാണ്. ദ്രവ്യലാഭം കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും ലാഭം വന്നു ചേരാൻ ഉള്ള ഭാഗ്യം, ആരോഗ്യം മെച്ചപ്പെടും. പുതിയ ചില കരാറുകളോ അല്ലെങ്കിൽ ബിസിനസ്സോ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശുഭകരമായ ഒരു സമയമാണ് നാളെയും അതേ തുടർന്നുള്ള മുന്നോട്ടുള്ള സമയങ്ങളും. അപ്പോൾ നിങ്ങൾ ശാസ്താക്ഷേത്രം, അതായത് അയ്യപ്പസ്വാമിയെ ദർശിക്കുക. ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കാനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾ അയ്യപ്പസ്വാമി ദർശിക്കുന്നതിലൂടെയും തുടർന്നുള്ള സമയങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോൾ കഴിഞ്ഞാലും അയ്യപ്പസ്വാമിയെ നിങ്ങൾ ദർശിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉത്രം നക്ഷത്രമൊക്കെ ഇതിൽ വരുന്നത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയ്യപ്പ ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. കൂടാതെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ഇല്ലെങ്കിൽ ഒരു കർച്ചീഫായാലും മതി, നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ഗണപതി ക്ഷേത്രത്തിൽ മോദകം നിവേദിക്കുന്നതും തടസ്സങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം നിങ്ങളിലേക്ക് അനുകൂലമായി എത്തുന്നതിന് സഹായകമാകും. ഇനി ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരം രാശിക്കാരായ ആളുകൾക്ക് വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യ സമയമാണ് നാളെയും നാളെ മുതലുള്ള തുടർന്നുള്ള അങ്ങോട്ടുള്ള സമയങ്ങളും. സുഹൃത്തുക്കളുടെ സമാഗമം, അതായത് വിദേശത്തായിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും മീറ്റ് ചെയ്യുന്നതാകാം. ഏതായാലും സുഹൃത്ത് സമാഗമത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ഉല്ലാസ യാത്രകൾക്ക് അവസരമുണ്ടാകും. സാമൂഹിക രംഗത്ത് പൊളിറ്റീഷ്യനായിട്ടൊക്കെ നിൽക്കുന്നവർക്കും ഒരു തിളക്കമാർന്ന സമയമാകുന്നുണ്ട്. നിങ്ങൾ ഹനുമാൻ സ്വാമിയെയാണ് ഭജിക്കേണ്ടത്. അതായത് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. വെണ്ണ സമർപ്പണം നടത്താവുന്നതാണ്. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വെണ്ണ സമർപ്പണം നിങ്ങൾക്ക് നടത്തുന്നത് ശക്തിയും മനക്കരുത്തുമൊക്കെ വർദ്ധിക്കുന്നതിന് അനുയോജ്യമായ ഒരു ഭഗവാൻ കൂടിയാണ്. അതായത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. വെറ്റിലമാല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനത്തിനായി വെറ്റിലമാല നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിതത്തിൽ എല്ലാവിധ ദുഃഖങ്ങളും മാറി ഒരു സന്തോഷം വന്നു ചേരുന്നതിന് ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ അന്നദാനം തന്നെയാണ് മഹാദാനം. പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പിനായി, ഒരു നേരത്തെ ആഹാരത്തിനായി പാങ്ങില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അന്നദാനം നടത്താവുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും സാരമില്ല, ഒരു വയറിന്, അതായത് ഒരാൾക്കെങ്കിലും അന്നം കൊടുക്കാൻ സാധിച്ചാൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇനി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്കാർക്കും ജന്മരാശിയിൽ ചന്ദ്രൻ നൽകുന്നതിനാൽ തന്നെ കാര്യവിജയം, ധനയോഗം, ബന്ധുസമാഗമം എന്നിവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതാണ്. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തണം. അപ്പോൾ പാലഭിഷേക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുകയാണെങ്കിൽ എല്ലാവിധ മനക്ലേശങ്ങളും പാടെ ഒഴിഞ്ഞു പോകും. മനസ്സിൻ്റെ എന്ത് വ്യതകളുണ്ടെങ്കിൽ, എന്തിനെ ഓർത്തുള്ള വിഷമങ്ങളാണോ, ഭാവിയെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ചുള്ളതാകാം, ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ളതാകാം, പഠനത്തെക്കുറിച്ചുള്ളതാകാം, അങ്ങനെ സകലമായ മനക്ലേശങ്ങളും മാറുന്നതിന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തിയാൽ മതിയാകും. നിങ്ങൾ നീല അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂജ നടത്തുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. ശിവക്ഷേത്രത്തിലാകുമ്പോൾ നീല ശംഖുപുഷ്പമൊക്കെ സമർപ്പിക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ നിങ്ങളും അന്നദാനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും നാളത്തെ ദിവസം കൂടുതൽ ശുഭകരവും അല്ലെങ്കിൽ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് പൊതുവായി ചെയ്യാൻ സാധ്യമാകുന്നതായ ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. നാളെ ഞായറാഴ്ച ദിവസം ആയതിനാൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. നാളെ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ശുഭകരമായ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ശുഭപര്യവസായിയായി മാറുന്നതിന് വളരെയധികം സഹായകമാണ്. കൂടാതെ സൂര്യ നമസ്കാരം, അതായത് രാവിലെ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം ഭഗവാൻ സൂര്യനെ വന്ദിക്കുക. അത് വളരെയധികം മാറ്റം, മനസ്സിന് മാത്രമല്ല ശരീരത്തിനും ഒരു മാറ്റം, ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നതിന് സഹായകമാകും. കൂടാതെ ഓം ഹൃണി സൂര്യ ആദിത്യോം എന്ന ഈ ഒരു മന്ത്രമുണ്ട്. ഇതൊരു 12 തവണ നാളത്തെ ദിവസം രാവിലെ ഭഗവാൻ സൂര്യനെ നോക്കി ജപിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നതാണ്. അതായത് ആദിത്യൻ സൂര്യഭഗവാൻ നിങ്ങളുടെ ഇഷ്ടദേവൻ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചുവന്ന പൂക്കളോ അല്ലെങ്കിൽ ചുവപ്പ് വസ്ത്രം ഒക്കെ ദാനം ചെയ്യുന്നതും, ഗോതമ്പാകട്ടെ അല്ലെങ്കിൽ ശർക്കരയാകട്ടെ, ഇതൊക്കെ ദാനം ചെയ്യുന്നത് നാളത്തെ ദിവസം വളരെയധികം ഫലം വന്നു ചേരും. പൊതുവായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, അതേപോലെ അടുത്തുള്ള ഒരു ശിവക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെയും നാളത്തെ ദിവസം നമുക്ക് ഏവർക്കും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്.
പ്രധാനമായി ഓർക്കേണ്ട കാര്യം നമ്മുടെ ചിന്തകൾ അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുഭകരമായ ഒരു ദിവസത്തിൽ നല്ല കാര്യം മാത്രം ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എല്ലാ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.